വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ഓട്ടോ ഇലക്ട്രീഷ്യനായ നൌഷാദിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. മൂന്നംഗ സംഘം ആക്രമിച്ച് കാറിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു. തമിഴ്നാട് അതിർത്തിയായ നവക്കരയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പരിക്കേറ്റ നൌഷാദിനെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അരുൺ ചേരുന്നു. അരുൺ ആലത്തൂർ. അരുൺ, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. പാലക്കാട് വടക്കഞ്ചേരിയിലെ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യനായ നൌഷാദ് എന്ന 57-കാരനെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത്. വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപം വാഹനങ്ങളുടെ ഇലക്ട്രിക് ജോലികൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പിൻവശത്ത് തന്നെയാണ് ഈ നൌഷാദിന്റെ വീടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് ടൗണിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കടയ്ക്ക് സമീപം വെച്ച് നിർത്തിയിട്ട വാഗണർ കാറിലേക്ക് 3 അംഗ സംഘം നൌഷാദിനെ ആക്രമിക്കുകയും വാഹനത്തിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുകയും ചെയ്യുകയായിരുന്നു. നൌഷാദ് ഒച്ചവെച്ചതിനെ തുടർന്ന് സമീപവാസികൾ ബഹളം കേട്ടെത്തിയെങ്കിലും സംഘം ഉടൻ കാറിൽ ഇയാളുമായി കടന്നു കളഞ്ഞു. പിന്നീട് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയ്ക്ക് രാത്രി ഒരു 11 മണിയോടെ മകന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയായിരുന്നു. താൻ തമിഴ്നാട് അതിർത്തിയായ നവക്കര ഭാഗത്തുണ്ടെന്നും വാഹനത്തിലുണ്ടായിരുന്നവർ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നൌഷാദ് അറിയിച്ചത്. തുടർന്ന് ബന്ധുക്കൾ നവക്കരയിലെത്തി ഈ മുഖത്തും ശരീരത്തിനും പരിക്കേറ്റ നിലയിലായിരുന്നു നൌഷാദിനെ കോയമ്പത്തൂരിൽ കണ്ടത്. തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോയവരെല്ലാം മുഖംമൂടിയിരുന്നതിനാൽ ആരാണ് ഈ സംഘത്തിലുള്ളവർ എന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് നൌഷാദ് പറയുന്നത്. ഏതായാലും വടക്കഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.